നമസ്കാരം. ഡീപ് ഫോക്കസിലേക്ക് സ്വാഗതം. വിവരാവകാശ നിയമത്തിൽ വെള്ളം ചേർക്കാൻ ഇല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ മന്ത്രിസഭാ തീരുമാനങ്ങളും വിവരാവകാശ നിയമപ്രകാരം നൽകാനാകില്ലെന്ന പ്രസ്താവന വിവാദമായതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഇക്കാര്യത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുള്ള പരോക്ഷ മറുപടിയും മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. ഇക്കാര്യത്തിൽ UDF സർക്കാരിനെ പോലെയാണ്, മുൻ സർക്കാരിനെ പോലെയാണ് LDF സർക്കാരും എന്ന് വരുത്തി തീർത്ത് അപമാനിക്കാനുള്ള, അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരാവകാശ സെമിനാറിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വാക്കുകളാണ് വിവാദമായത്. ഈ വിവരങ്ങളുടെ കാര്യത്തിൽ പുറത്ത് നൽകാവുന്ന വിവരങ്ങളും നൽകിക്കൂടാത്ത വിവരങ്ങളുമുണ്ട്. മന്ത്രിസഭാ യോഗത്തിന്റെ കാര്യമെടുത്താൽ ചില തീരുമാനങ്ങൾ പുറത്തു പോകും മുൻപ് നടപ്പാക്കേണ്ടതുണ്ടാവും. അതപ്പോൾ ആദ്യം പുറത്തു കൊടുക്കില്ല, കാരണം പുറത്തു കൊടുത്താൽ നടപടി നിരർത്ഥകമായി വരും. വിവരാവകാശ നിയമത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അടക്കം രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ വിമർശനങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് വിശദീകരിക്കുകയാണ് പ്രസ്താവനയിലൂടെ മുഖ്യമന്ത്രി. ഭരണരംഗം ശുദ്ധീകരിക്കാൻ സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതിന് സഹായമാകുന്നതാണ് വിവരാവകാശ നിയമം. അപേക്ഷകളിൽ കൃത്യസമയത്ത് മറുപടി നൽകണമെന്ന കർശന നിർദ്ദേശമാണ് തന്റെ പ്രസംഗത്തിൽ നൽകിയത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പുറത്തുവിടുന്നത് നാടിനെ ദുർബലമാക്കുമെന്ന നിലപാട് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. എന്നാൽ വിവരാവകാശ നിയമത്തെ അട്ടിമറിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്ന വ്യാഖ്യാനം നിർഭാഗ്യകരം മാത്രമല്ല, സത്യവിരുദ്ധവുമാണ്. അഴിമതിക്ക് കാരണമായ മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകാനാകില്ലെന്ന മുൻ സർക്കാരിനെ പോലെയാണ് LDF സർക്കാരുമെന്ന് വരുത്തി തീർത്ത് അപകീർത്തിപ്പെടുത്തുന്നത് ഇടത് ജനാധിപത്യ മൂല്യങ്ങളുടെ താൽപര്യത്തിലല്ലെന്നും കാനത്തിന് പരോക്ഷ മറുപടി നൽകുന്നു മുഖ്യമന്ത്രി. വിവരാവകാശ നിയമം ദുരുപയോഗം ചെയ്യുന്നവരുണ്ടെന്ന നിലപാട് മുഖ്യമന്ത്രി ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ മന്ത്രിസഭയിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ രഹസ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ക്യാബിനറ്റിൽ വരുന്നത് വരെ ഉള്ളൂ അതിനകത്ത് സീക്രസി. ക്യാബിനറ്റിൽ വന്നു കഴിഞ്ഞാൽ, തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഫൈനാൻസിന്റെ കൺകറൻസ് വേണ്ടാത്ത എല്ലാ വിഷയങ്ങളും പബ്ലിക് ഡോക്യുമെന്റാണ്. മീഡിയ 1 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഈ വിശദീകരണ പ്രസ്താവനയിൽ കാനം രാജേന്ദ്രൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വീണ്ടും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഉറച്ച ധാരണകൾ, തെറ്റിദ്ധാരണകളല്ല, ഉറച്ച ധാരണകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിമർശനങ്ങൾ നടത്തുന്നത് എന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം. മാത്രമല്ല, ദേശീയ തലത്തിൽ കോൺഗ്രസിനും BJPക്കും എതിരെ ഒരു ബദൽ ഉയർന്നു വരണം, അത് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഉയർന്നു വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് CPI ഇത്തരം പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ നടത്തുന്നതെന്നും കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. ഒരു വിവരാവകാശ നിയമത്തെ സംബന്ധിച്ചുള്ള ഒരു സെമിനാറിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത ശരിയാണെങ്കിൽ അത് മുൻ ഗവൺമെന്റിന്റെ നിലപാടിനോട് ചേർന്നു പോകുന്നതാണ് എന്നാണ് പറഞ്ഞത്. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അറിയിക്കണമെന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുകയാണ്. അതാണ് കേന്ദ്ര നിയമം. നിയമം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകില്ല. സെക്ഷൻ 8A മുതൽ I വരെയുള്ള വകുപ്പുകൾ വായിച്ചു നോക്കുക. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പരിശോധിക്കാം. അതിനകത്ത് മന്ത്രിസഭാ തീരുമാനങ്ങളെ സംബന്ധിച്ച് പറയുന്ന അത് എനിക്ക് തോന്നുന്നത് I ആണ്. Iയിൽ പറയുന്നത് ബിസിനസ് ഇത് ക്യാബിനറ്റ് ഒരു തീരുമാനം എടുക്കുന്നതുവരെ ക്യാബിനറ്റ് നോട്ടും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സും എല്ലാം രഹസ്യ സ്വഭാവമുള്ളതാണ്. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പരസ്യമാണ്. വിവരാവകാശ നിയമവും അത് സർക്കാർ നടപ്പിലാക്കുന്നതും അതിൽ സർക്കാരിന്റെ നിലപാടുമൊക്കെ പൊതുജനങ്ങളെ സംബന്ധിച്ചോളം ഏറെ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഭരണകക്ഷിയിലെ രണ്ട് പ്രമുഖ പാർട്ടികൾ തമ്മിൽ, CPM-ഉം CPI-യും തമ്മിൽ പ്രത്യക്ഷത്തിലുള്ള ഒരു വാഗ്വാദത്തിലേക്ക്, തർക്കത്തിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലം ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ വിഷയമാണ് ഇന്ന് ഡീപ് ഫോക്കസ് വിശദമായി ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പമുള്ളത് ഇടതു നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ SR ശക്തിധരൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, വിവരാവകാശ പ്രവർത്തകൻ KV ഷാജി കൊച്ചിയിൽ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K രാജൻ ടെലിഫോൺ ലൈനിൽ, അതോടൊപ്പം കോൺഗ്രസ് നേതാവ് പന്തളം സുധാകരനും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ K രാജനിലേക്ക്. രാജൻ, നിങ്ങൾ ഉന്നയിച്ച CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉന്നയിച്ച വിമർശനം വിവരാവകാശ നിയമം അട്ടിമറിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അത് അനുവദിക്കില്ല എന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആദ്യം മുഖ്യമന്ത്രിയുടെ വിവരാവകാശ സെമിനാറിലെ പ്രസംഗം വന്ന ശേഷം പ്രതികരിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് അതിനൊരു വിശദീകരണം നൽകിയിരിക്കുന്നു. അത്തരം ധാരണകൾ, അത്തരം വ്യാഖ്യാനങ്ങൾ തെറ്റിദ്ധാരണാജനകമാണ്, അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് പറയുന്നു. ഈ ഒരു വിശദീകരണത്തിൽ CPI തൃപ്തരാണ്.
റൈറ്റ്, രാജനുമായി ടെലിഫോണിൽ തകരാറുണ്ട്. അദ്ദേഹത്തിൽ തിരിച്ചു വരാം. SR ശക്തിധരനിലേക്ക്. ശ്രീ ശക്തിധരൻ, ഇപ്പോൾ നേരത്തെ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിവരാവകാശ നിയമത്തിന്റെ നടപ്പിലാക്കൽ, അതിന്റെ പ്രയോഗവൽക്കരണം, അതിൽ ഈ സർക്കാരിനുള്ള നിലപാട്, അതൊക്കെ ചർച്ചയാകുമ്പോൾ തന്നെ ഇത് പാർട്ടിക്കുള്ളിൽ CPM-ഉം CPI-യും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടോ? അത് ആശാസ്യകരമാണ്. SR ശക്തിധരനുമായുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലും ചെറിയ സാങ്കേതിക തകരാറുണ്ട്. അദ്ദേഹം രണ്ടു പേരിലേക്ക് മടങ്ങി വരാം. അതിനുമുമ്പ് വിവരാവകാശ പ്രവർത്തകൻ KV ഷാജിയിലേക്ക്. KV ഷാജി, മുഖ്യമന്ത്രി ആദ്യം വിവരാവകാശ സെമിനാറിൽ പറഞ്ഞത് ചില കാര്യങ്ങൾ പുറത്തറിയിക്കുന്നതിൽ തടസ്സങ്ങളുണ്ട്, അത് നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി അങ്ങനെ പുറത്തു പറയുന്നത് ആ തീരുമാനങ്ങളുടെ നടപ്പിലാക്കുന്നതിൽ നിരർത്ഥകമായി തീരും. ഇന്ന് ഇപ്പോൾ വിശദീകരണവുമായി മുഖ്യമന്ത്രി രംഗത്ത് വരുമ്പോഴും ഈ ഒരു പോയിന്റ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അക്കാര്യത്തിൽ മറ്റൊരു ക്ലാരിഫിക്കേഷനും അദ്ദേഹം നടത്തുന്നില്ല. അതായത് ചില കാര്യങ്ങൾ ഇപ്പോഴും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടതാണ്, പുറത്ത് പറയേണ്ടതില്ല എന്ന നിലപാടിൽ ശ്രീ പിണറായി വിജയൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവിടെ വിവരാവകാശ നിയമത്തിൽ അനുസരിച്ച് ഒരു മുഖ്യമന്ത്രിക്ക് ആ നിയമം വ്യാഖ്യാനിക്കേണ്ട ഒരാവശ്യവും നിലവിലില്ല. ഒന്ന്, പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം, ആ നിയമത്തിന് കേരളത്തിൽ ചട്ടം നിർമ്മിച്ചിട്ടുണ്ട്. ആ ചട്ടത്തിൽ ഏതൊക്കെ വിവരങ്ങൾ കൊടുക്കാം, ഏതൊക്കെ വിവരങ്ങൾ കൊടുക്കേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൂചന നിലനിൽക്കെ വിവരാവകാശ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഓരോ പൊതു ഓഫീസുകളിൽ നിന്നും രേഖകൾ നൽകാൻ ഓരോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരും ബാധ്യസ്ഥരാണ്. അതിനൊരു മുഖ്യമന്ത്രിയുടെ വ്യാഖ്യാനം ആവശ്യമില്ല. 2005 മുതൽ വിവരാവകാശ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം വെച്ച് 2005 ശേഷം 2017 എത്തി നിൽക്കുമ്പോഴും ഇപ്പോഴും വിവരാവകാശ നിയമം അനുശാസിക്കുന്ന പൗരൻ്റെ അറിയാനുള്ള അവകാശം നിലനിർത്തി നൽകുന്ന ഈ നിയമം അനുസരിച്ചിട്ടുള്ള 10% കാര്യങ്ങൾ പോലും കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ നടക്കുന്നില്ല. വിവരാവകാശ നിയമത്തിൻ്റെ അന്തസത്ത എന്ത് എന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെ ബോധിപ്പിക്കാൻ, പഠിപ്പിക്കാൻ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ കാലവിളംബം, അനാസ്ഥ, ഇതൊക്കെ കാണിക്കുന്നത് വിവരാവകാശ നിയമത്തെ പുറത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി അനുകൂലിക്കുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴും പ്രായോഗിക തലത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിവരാവകാശ നിയമത്തെ ഭയപ്പെടുന്നുണ്ട്. വിവരാവകാശ നിയമം ജനങ്ങൾ അറിയുന്നതിനും അത് വികസിപ്പിക്കുന്നതിനും ഉള്ള ശ്രമങ്ങൾ സർക്കാർ ചെയ്യണമെന്ന് നിയമത്തിൽ തന്നെ പറഞ്ഞിരിക്കെ ആ രീതിയിലുള്ള യാതൊരു നടപടിക്രമങ്ങളും പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് പ്രാഥമികമായിട്ടുള്ള ഇപ്പോൾ സെക്ഷൻ 4 പ്രകാരം ഒരു സർക്കാർ ഓഫീസിൽ ഏതൊക്കെ ഫയലുകൾ എങ്ങനെയൊക്കെ സൂക്ഷിക്കണം എന്നുള്ള പ്രാഥമികമായ വിവരം പോലും കേരളത്തിലെ 99% പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്കും ഇല്ല എന്നുള്ളതാണ് 2005 മുതൽ വിവരാവകാശ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യക്തിപരമായ അനുഭവം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ CPM-ഉം CPI-യും തമ്മിൽ പല രീതിയിലുള്ള വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തർക്കങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ പരിഹരിക്കപ്പെട്ടു, ആരെല്ലാം ഈ തർക്കത്തിൽ വിജയിച്ചു, ആ നിലപാടുകളൊക്കെ എവിടെ എത്തി എന്ന് കേരളം കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ്. അത്തരത്തിൽ CPI-ക്കും CPM-നും വിമർശനത്തിൽ ഏർപ്പെടാനുള്ള, ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടാനുള്ള പല വിഷയങ്ങളിൽ ഒരു വിഷയം മാത്രമാണ് ഇന്ന് നടക്കുന്ന ചർച്ച. യഥാർത്ഥത്തിൽ ചർച്ച നടത്തേണ്ടത് ഇന്ന് വിവരാവകാശ നിയമം കേരളത്തിൽ പൗരസമൂഹത്തിന് എത്രമാത്രം പ്രാപ്യമാണ് എന്ന് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും സർക്കാർ ജീവനക്കാരും പറയേണ്ടതുണ്ട്. SR ശക്തിധരൻ, വിവരാവകാശ പ്രവർത്തകൻ KV ഷാജിയുടെ അഭിപ്രായ പ്രകടനങ്ങൾ താങ്കൾ കേട്ട് കാണും. വിവരാവകാശ നിയമത്തിന്റെ പ്രയോഗവൽക്കരണത്തിൽ ഇത്രയേറെ പിന്നിലുള്ള ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ടാണ്, ആ ഉദ്യോഗസ്ഥരോടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത്, ചില കാര്യങ്ങൾ പുറത്ത് കൊടുക്കേണ്ടതില്ല എന്ന്. ഇന്ന് മുഖ്യമന്ത്രി വിശദീകരണമായി ഇറക്കിയ ഈ പ്രസ്താവനയിലെ ചില വരികൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സർക്കാരിന്റെ പൊതു അധികാര സ്ഥാനങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ജനങ്ങളുമായി ബന്ധപ്പെട്ടതോ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതോ ആയ വിവരങ്ങളാണെന്നും ഭരണ സംവിധാനം നിലനിൽക്കുന്നത് തന്നെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണെന്നും ജനങ്ങൾ നൽകിയ നികുതി പണത്തിന്റെ വിനിയോഗത്തെക്കുറിച്ച് ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ടെന്നും മുഖ്യമന്ത്രി ഈ പ്രസ്താവനയിൽ പറയുന്നു. അങ്ങനെ അവകാശമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കേണ്ടി വരുന്നത്?
ഞാൻ ഇത് ആദ്യം മുതൽ തുടങ്ങിയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ വിവരാവകാശ കമ്മീഷൻ്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 9:30 മണിക്ക് തിരുവനന്തപുരം BJT ഹാളിൽ നടന്ന സെമിനാറിൻ്റെ ഉദ്ഘാടന പ്രസംഗം നേരിട്ടിരുന്ന് കേട്ട ഒരാളാണ് ഞാൻ. ഈ തർക്കത്തിന് യാതൊരു അടിസ്ഥാനവുമുള്ള കാര്യം അവിടെ മുഖ്യമന്ത്രി പറഞ്ഞൊന്നുമില്ല. മുഖ്യമന്ത്രി അവിടെ പറഞ്ഞത് കേന്ദ്ര ക്യാബിനറ്റ് യോഗങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ ചിലത് അത് രാജ്യരക്ഷയുമായും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ മിലിറ്ററിയുമായും എല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ മറ്റേ വിവരാവകാശ പരസ്യമായി പറയാനായിട്ട് ഗവൺമെൻറ് ചിലപ്പോൾ ഒരു അമാന്തം കാണിക്കേണ്ടി വരും. അതല്ലാതെ വിവരാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളെയോ വിവരാവകാശ കമ്മീഷൻ്റെ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും നടപടികളെയോ നിയന്ത്രിക്കണമെന്ന് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ അതിനകത്ത് ഇത്തരത്തിലുള്ളൊരു ട്വിസ്റ്റ്, അതാണ് പത്രപ്രവർത്തനം അതുണ്ടാക്കി. കാരണം രണ്ട് ഘടകകക്ഷികളെ തമ്മിലടിപ്പിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നല്ല ഗവേഷണം നടത്തി പാരമ്പര്യമുള്ളവരാണ് നമ്മുടെ കേരളത്തിലെ പത്രപ്രവർത്തകർ എന്നുള്ള കാര്യം വളരെ വർഷങ്ങളായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഇതിനൊക്കെ ചില കേന്ദ്രങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുത്ത് സംഘടിതമായി അത് പത്രത്തിൽ കൊടുക്കുക എന്നുള്ള ഒരു സമ്പ്രദായവും നമ്മളുടെ പത്രപ്രവർത്തന രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഇത് നല്ലതോ ചീത്തയോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ വിവരാവകാശ കമ്മീഷൻ്റെ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് നടക്കുന്ന തർക്കത്തിന് ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് ഇത് തർക്കത്തിലേർപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ തർക്കം ഇല്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനോടും പറയാനുള്ളത്. ഇത് വെറുതെ പത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. CPIയും CPMും തമ്മിൽ ഈ മുന്നണിക്കകത്ത് മറ്റുള്ള മുന്നണിയിലുണ്ടായിരുന്ന ആളുകളെപ്പോലെ തന്നെയാണ് എന്ന് വരുത്തി തീർക്കാനും ഈ ഗവൺമെൻറ് മറ്റ് മുൻ ഗവൺമെൻറ്റുകളെ പോലെയാണ് എന്ന് വരുത്തി തീർക്കാനും ഒക്കെയുള്ള നിരന്തരമായ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം നൽകിയത്. അവിടെ വിവരാവകാശ കമ്മീഷൻ്റെ കാര്യങ്ങൾ, ക്യാബിനറ്റ് തീരുമാനങ്ങൾ ഈ സംസ്ഥാന ഗവൺമെന്റ് തെറ്റിദ്ധാരണയാണോ, CPIയും ആ തെറ്റിദ്ധാരണയിൽ പെട്ടുപോയതാണോ എന്ന് വിശദമായി പരിശോധിക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഡീപ് ഫോക്കസ് തുടരുന്നു. ഇപ്പോൾ CPI നേതാവ് ബിനോയ് വിശ്വം നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ബിനോയ് വിശ്വം, ഇപ്പോൾ SR ശക്തിധരൻ പറഞ്ഞത് വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് അതിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള തർക്കങ്ങൾ, CPIയുമായി ഉടലെടുത്തിട്ടുള്ള തർക്കങ്ങൾ മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ്. അത്തരമൊരു നിലപാട് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാവുകയാണോ ചെയ്തത്? ഇതിന് തെറ്റിദ്ധാരണയുടെ കാര്യമൊന്നുമില്ലല്ലോ. അതൊരു സാങ്കല്പികമായിട്ടുള്ള രീതിയാണത്. CPIയും CPMും തമ്മിൽ അങ്ങനെ തീർക്കാനാകാത്ത ഒരു പ്രശ്നവുമില്ല, ഉണ്ടാകാനും പോകുന്നില്ല. നിങ്ങളുടെ TV ചാനൽ കാണിക്കും പോലെ മുഖ്യമന്ത്രിയും കാനവും നേർക്കുനേർ എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഒരു സെൻസേഷൻ ഉണ്ടാക്കാനുള്ള തലക്കെട്ട്. സെൻസേഷന് വേണ്ടിയുള്ളൊരു കാര്യം അങ്ങനെ ഉണ്ടാക്കാൻ ഞങ്ങൾ അതല്ല ബിനോയ് വിശ്വം. ഇന്നിപ്പോ മുഖ്യമന്ത്രി വിശദീകരണ പ്രസ്താവന നടത്തിയപ്പോൾ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞ ഒരു വരിയുണ്ട്. ഈ പ്രസ്താവന ഏറ്റവും അവസാനമായി അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ സർക്കാരിനെ പോലെ അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്ന നിലപാടെടുത്ത UDF സർക്കാരിനെ പോലെയാണ് ഇപ്പോഴത്തെ LDF സർക്കാരും എന്ന് വരുത്തി തീർത്ത് അപകീർത്തിപ്പെടുത്തുന്ന ശ്രമം. അത് ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് CPI തന്നെയാണ് ഉന്നം വയ്ക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറയുന്നു, ഒരു തെറ്റിദ്ധാരണയും പുറത്തല്ല ഇത്തരമൊരു വിമർശനം നടത്തുന്നത്. ഉറച്ച ധാരണകൾ ഉള്ളതുകൊണ്ടാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഭരണതലത്തിൽ കണ്ടാൽ ഇടപെടുക തന്നെ ചെയ്യും എന്ന്. UDFിനെ പോലെയല്ല LDF എന്ന് CPIക്കും CPMനും ബോധ്യമുണ്ട്. അങ്ങനെ UDFിനെ പോലെ ആകാതിരിക്കാൻ CPIക്കും CPMനും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാം ഓർമ്മയിലുണ്ടല്ലോ, UDF ഗവൺമെന്റിന്റെ കാലത്ത് വിവരാവകാശ നിയമത്തെ കുളിപ്പിച്ച് നടത്താൻ നീക്കമുണ്ടായി. ഞങ്ങളുടെ CPIയും CPMും നിലപാടാണ്. കാരണം വിവരാവകാശ നിയമം ജനാധിപത്യത്തിന്റെ രംഗത്തുള്ള വലിയ പുരോഗതിയാണ്. പൗരന്റെ അറിയാനുള്ള അവകാശത്തിന് കിട്ടിയ ഒരു ഉത്തേജനമാണത്. അതിനുവേണ്ടി UPA ഗവൺമെന്റിനകത്തുള്ള ഞങ്ങളുടെ സ്വാധീനം CPIയും CPMും നല്ലവണ്ണം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നിയമം ഉണ്ടായത് തന്നെ. അപ്പൊ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ നിർവഹണത്തിന് വേണ്ടി എല്ലാ പ്രശ്നങ്ങളെയും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുവാൻ കടപ്പെട്ട ഗവൺമെന്റാണ് കേരളത്തിലെ LDF സർക്കാർ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം CPI മാത്രമല്ല
ഒരു CPM-ന്റെയും വിശ്വാസമാണ്. അതുപ്രകാരം കാര്യങ്ങൾ നീങ്ങണമെന്നാണ് CPM പറയുന്നത്. അത് തെറ്റിദ്ധാരണ തരത്തിലില്ല. ആ ധാരണ പൂർണ്ണമായും ശരിയാണെന്ന് നിങ്ങൾ പിണറായി വിജയനും ആയിരിക്കും. നിങ്ങൾ ഒരിക്കലും CPM അങ്ങനെ കാര്യങ്ങൾ ശരിയായി നടക്കുന്നില്ല എന്നതുകൊണ്ടായിരിക്കുമല്ലോ CPI സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിൽ പ്രത്യക്ഷമായി തന്നെ ഒരു പരസ്യ വിമർശനത്തിന് തയ്യാറായത്. വിവരാവകാശ നിയമം പറയുന്നുണ്ട് ചില കാര്യങ്ങൾക്കെല്ലാം ശക്തി പറഞ്ഞ മാതിരി ഡിഫൻസിന്റെ കാര്യങ്ങൾ, നാഷണൽ സെക്യൂരിറ്റി കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും പറയുന്നത് പരിഗണനാ വിഷയത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചാൽ കൊടുക്കേണ്ടതില്ല. പക്ഷെ അതൊരു തീരുമാനമായി കഴിഞ്ഞാൽ, ക്യാബിനറ്റ് തീരുമാനമായി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സീക്രസി രഹസ്യ സ്വഭാവത്തിന്റെ അവസാനമായി പിന്നെ അത് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റണം. നിയമത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള കാണുന്നത് അതാ നിയമത്തെ ശരിയായ ഉൾക്കൊണ്ടുകൊണ്ടും അത് നടപ്പിലാക്കുക വഴി LDF സർക്കാരിന്റെ അന്തസ്സും പ്രതിഷ്ഠയും ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള CPIയുടെ ജാഗ്രതയുടെ ഭാഗമാണ്. ആ ജാഗ്രത മനസ്സിലാക്കാൻ പറ്റും CPM-നും മുഖ്യമന്ത്രിക്കും. ആ മുഖ്യമന്ത്രിയെയും CPM-നെയും CPI-യെയും തീർച്ചയായും SR ശശിധരൻ, അതാണ് വാദം. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മിനിമം മന്ത്രിസഭയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഉത്തരവായി 48 മണിക്കൂറിനകം പുറത്തു വരണമെന്ന ബിസിനസ് റൂൾസ് ഉണ്ട്. അത് പാലിക്കപ്പെടുന്നില്ല. ഇതിനകം തന്നെ 36ഓളം മന്ത്രിസഭാ തീരുമാനങ്ങൾ ഉത്തരവുകളായി പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾക്ക് അറിയാനുള്ള അവസരവും നിഷേധിക്കപ്പെടുന്നു. ഇതാണ് പോയിന്റ്. അല്ല, നിങ്ങളിപ്പോൾ ഈ പറയുന്ന പോയിൻ്റൊന്നും അവിടെ ആ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഉയർത്തിക്കൊണ്ടുവന്നൊരു കാര്യം, കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിൽ ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതിരിക്കാനായിട്ടുള്ള ഒരു ഔചിത്യം അവർ കാണിക്കാറുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അല്ലാതെ കേരളത്തിലെ ക്യാബിനറ്റിൻ്റെ കാര്യം അവിടെ പറഞ്ഞില്ല. വിവരാവകാശ പ്രവർത്തകരായ ഷാജി പറഞ്ഞ കാര്യത്തിനോട് 100% ഞാൻ യോജിക്കുകയാണ്. നമ്മളുടെ ഉദ്യോഗസ്ഥന്മാർ അവർക്കിതിനോടൊന്ന് പുല്ല് വിലയാണ്. അവർക്ക് ആളുകൾ വിവരം അറിയാൻ പാടില്ല എന്നുള്ള ആഗ്രഹക്കാരാണ് മഹാഭൂരിപക്ഷ ഉദ്യോഗസ്ഥന്മാരും. അവരിതിനെ ചവിട്ടി പിടിക്കുന്നുണ്ട്. ആ ചവിട്ടിപ്പിടുത്തത്തിൽ നിന്ന് അതിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളാണ് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ ഇത്തരം ചില ചർച്ചകൾ, ഇത്തരം ചില വിവാദങ്ങൾ എന്ന് വിശ്വസിക്കുന്ന കേന്ദ്ര മന്ത്രിസഭയുടെ അല്ല, കേരള മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ എന്തുകൊണ്ടാണ് സമയബന്ധിതമായി ജനങ്ങൾക്ക് ലഭ്യമാകാത്തത്? അത് വിവരാവകാശ പ്രകാരം ചോദിക്കുമ്പോൾ പോലും ലഭ്യമാകുന്നില്ല. നമുക്കറിയാം ഈ തർക്കത്തിന്റെ എല്ലാം അടിസ്ഥാന കാരണം കഴിഞ്ഞ UDF സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ കടുംവെട്ട് എന്ന് ഇടതുപക്ഷം തന്നെ വിമർശിച്ച തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ വിവരാവകാശ പ്രകാരം ചോദിക്കുകയും UDF സർക്കാർ തരാൻ കഴിയില്ലെന്ന് പറയുകയും പിന്നീട് സർക്കാർ മാറി പുതിയ സർക്കാർ വരുമ്പോൾ പോലും ആ നിലപാടിൽ മാറ്റമുണ്ടാകുന്നില്ല. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ചില തീരുമാനങ്ങൾ നൽകാൻ കഴിയില്ലെന്ന മറുപടി ആവർത്തിക്കുക തന്നെയാണ് പുതിയ സർക്കാരും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ, തർക്കങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം. അല്ല, വിവരാവകാശ കമ്മീഷൻ്റെ ഇതിന് വിധേയമായി കൊടുക്കേണ്ട കാര്യങ്ങൾ പുറത്തു കൊടുക്കുക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യണം. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അത് ഏതെല്ലാം എന്തെല്ലാം എന്നുള്ളത് മുൻഗണനാക്രമങ്ങൾ തീരുമാനിക്കാനായിട്ട് അത് നടപ്പിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രമീകരണം വേണമെന്ന് പറയുന്നതിന് അത് വിവരാവകാശത്തെ ആകെ ചവിട്ടിമെതിക്കുന്നതാണ് എന്ന് പറയരുതെന്നേ ഞാനിവിടെ ആവശ്യപ്പെട്ടുള്ളൂ. അവിടെ നടന്ന സംഭവങ്ങളിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ചില പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചില മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി എല്ലാ ആഴ്ചയിലും പത്രക്കാരുടെ മുമ്പിലിരുന്ന് പത്രസമ്മേളനം നടത്താത്തതിലുള്ള വലിയ ഒരു വിഷമം ഞങ്ങളുടെ പത്രലോകത്തിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിൻ്റെ ആവശ്യമില്ല. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ആഴ്ചതോറും പത്രസമ്മേളനം നടത്തുന്ന മുഖ്യമന്ത്രിമാരില്ല. അത്രയും എന്തെല്ലാം വിവരങ്ങളാണ് ഇവർക്ക് പറയാനുള്ളതെന്ന് കഴിഞ്ഞ വിഷയം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് വിവരാവകാശ നിയമപ്രകാരം മന്ത്രിസഭാ തീരുമാനങ്ങൾ വെബ്സൈറ്റിലെങ്കിലും കാര്യത്തിൽ അമാന്തം കാട്ടുന്നതെന്നാണ് ശ്രീ ബിനോയ് വിശ്വം ഇപ്പോൾ ഇവിടെ പറഞ്ഞ വിഷയത്തിൽ ഈ ഒരു വിമർശനം CPI ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് വന്ന പ്രതികരണം എന്താണ്? ഇത്തരം വിമർശനങ്ങൾ ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല, അതായത് CPI ഉന്നയിച്ച വിമർശനം ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്നുള്ളതാണ് ശ്രീ പിണറായി വിജയന്റെ നിലപാട്. അല്ല, ആ പറഞ്ഞതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള മറുപടി ഞാൻ പാർട്ടിക്കാരെന്നുള്ള ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ
ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി അടക്കം ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വത്തിന്റെ തൊപ്പി CPIയുടെ തലയിൽ കൊള്ളില്ല. CPI ഈ ഗവൺമെന്റ്, ഈ മുന്നണിയെ, ഈ ആശയത്തെ, ഇടതുപക്ഷ മൂല്യബോധങ്ങളെ എല്ലാം നടത്താനായി പ്രതിജ്ഞാബദ്ധമായ പാർട്ടിയാണ്. ഈ ഗവൺമെന്റിന്റെ എല്ലാത്തരം ചെയ്തികളെയും ശാക്തീകരിക്കാനാണ് CPI നിലകൊള്ളുന്നത്. അപ്പൊ അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള ഒന്നിന്റെ ഭാഗത്ത് CPI ഇല്ല എന്ന് സഹ പിണറായിക്കും അറിയാം, CPM എല്ലാവർക്കും അറിയാം. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും ചൈതന്യവത്താകണം. അത് ഒരു തരത്തിലുള്ള പാളിച്ചു കൊടുക്കാൻ പാടില്ല. അവകാശം അടക്കമുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റിനെ പോലെ എല്ലാം പോകുന്ന കാര്യം എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ ഗവൺമെന്റിനാകണം. അത് CPIയുടെയും CPM ഉത്തരവാദിത്തമാണ്. നമ്മളെല്ലാവരും പറയുന്നുണ്ടല്ലോ, ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അതായത് മന്ത്രിസഭാ തീരുമാനങ്ങൾ എന്തെങ്കിലും ഒന്ന് മറച്ചു വെക്കുക എന്നുള്ളത് LDFന്റെ പൊതു നയമല്ല എന്നാണ്. ഹലോ ബിനോയ് വിശ്വം, അതായത് ചില കാര്യങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രി സ്വന്തം ഇഷ്ടപ്രകാരം മറച്ചു വെക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, പുറത്തുവിടാൻ ആകില്ല എന്ന് പറയുന്നത് LDFന്റെ പൊതു നയമല്ല എന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? വിഷയം വിവരാവകാശ നിയമമാണ്. ആ നിയമകാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ഒരു കാഴ്ചപ്പാടുള്ളതാണ്. ആ നിയമം കൃത്യമായി പറയുന്നുണ്ട്. നിയമം പെട്ടെന്നൊന്നുമില്ല. അതിന്റെ പുറകിൽ രാഷ്ട്രീയ വലിയ ആ ഉണ്ടാകണമെന്ന് നിർബന്ധമാക്കി ഇടതുപക്ഷം കണ്ടത് പൗരന്റെ അവകാശമാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണത്തിനകത്തുള്ള കാര്യങ്ങൾ ശരിക്കും രീതിക്കാണോ പോകുന്നത്, ഇതെല്ലാം അറിയാൻ ഒരു അവകാശം വേണം പൗരന്. അതാണ് ജനാധിപത്യ വ്യവസ്ഥയിലെ പൗരന്റെ ഒരു ശക്തിയുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത്. അതാണ് അതിനുവേണ്ടി ആ നിയമപ്രകാരം അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള നിയമം ആ നിയമത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ മര്യാദ ഈ നിയമപ്രകാരം ഒരു 10 രൂപ അടച്ചുകൊണ്ട് അപേക്ഷിച്ച് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് വളരെ ന്യായം. അതുപോലെ തന്നെ ക്യാബിനറ്റ് ഒരു വിഷയം വരുന്നു. ആ വിഷയം പരിഗണിക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും അത് പുറത്തറിയേണ്ട കാര്യമില്ല, ആ വിഷയം എന്തായാലും. പക്ഷേ പരിഗണിച്ച് ഗവൺമെന്റ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ മാറേണ്ട ആ കാര്യം അതിനെപ്പറ്റി അവരെ ചോദിച്ചാൽ ആ പൗരനെ കുറ്റവും CPI കാണുന്നില്ല. അതിൽ കുറ്റമുള്ളതായിട്ട് മുഖ്യമന്ത്രിയോ CPM പറയുമോ? മടങ്ങി വരാം, അതിഥികളിലേക്ക് മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള കൂടി എടുക്കും. ദി ഫോക്കസ് തുടരുന്നു. ശ്രീ KV ഷാജിയിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ KV ഷാജി, മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ വിശദീകരണ പ്രസ്താവനയിൽ ഒരു കാര്യം അരക്കിട്ടുറപ്പിക്കുന്നത്, ഈ വിവരാവകാശ നിയമത്തിന് വേണ്ടി ദീർഘകാലം പൊരുതിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗം എന്ന നിലയിൽ, ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ വ്യക്തി എന്ന നിലയിൽ നിയമത്തെ അട്ടിമറിക്കുന്ന ഒരു നിലപാട് തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് ഉറപ്പുണ്ട്? ഒരു പ്രസ്താവന എന്ന രീതിയിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അത് പറയുമ്പോൾ കേൾക്കാൻ ഒരു സുഖമുണ്ട്. 2005 ശേഷം ഇടതുപക്ഷ സർക്കാരിൻ്റെ 2ാം ടൈമാണിത്. ഈ 2 ടേമിലും സംസ്ഥാനത്തിൻ്റെ അധികാരം കിട്ടിയിട്ടുള്ള ഇടതുപക്ഷ മുന്നണി വിവരാവകാശ നിയമം സംബന്ധിച്ച് കേരളത്തിൽ ആ വിവരാവകാശ നിയമവും ചട്ടവും പറയുന്ന രീതിയിൽ നമ്മുടെ ഓഫീസ് ക്രമീകരണം നടത്തുന്നതിൽ എന്ത് പങ്കാണ് വഹിച്ചത് എന്ന് അറിയാൻ ഒരു വിവരാവകാശ പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് താല്പര്യമുണ്ട്. അതായത് നിയമം നിർമ്മിച്ച് 120 ദിവസത്തിനകം സ്ഥാപിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ 4 എന്ന് പറയുന്നതാണ് വിവരാവകാശ നിയമത്തിൻ്റെ അസ്ഥിവാരം എന്ന് പറയുന്ന ഒന്ന്. അത് ഈ കാലം വരെ ഒരു സർക്കാർ ഓഫീസിലും, വിരലിലെണ്ണാവുന്ന സർക്കാർ ഓഫീസുകളിൽ ഒഴികെ സെക്ഷൻ 4 പ്രകാരമുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടില്ല. മറ്റൊന്ന് 2005 മുതൽ 2017 വരെ ഉള്ള അവിടുത്തെ വിവരാവകാശ കമ്മീഷന് ഇവിടുത്തെ മാറി മാറി വന്ന സർക്കാരുകൾ ചെയ്തിട്ടുള്ള സഹായങ്ങൾ എന്താണ്, ഇത്രമാത്രം അപേക്ഷകളും അപ്പീലുകളും പരിഗണിച്ച് തീർപ്പാക്കേണ്ട വിവരാവകാശ കമ്മീഷന് ഇവിടുത്തെ സർക്കാരുകൾ നൽകിയിട്ടുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു വിവരാവകാശ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഇടതുപക്ഷ സർക്കാർ വന്നിട്ടും വലതുപക്ഷ സർക്കാർ വന്നിട്ടും ശക്തിധരൻ ശക്തിധരൻ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ നിയമം എന്താണ്, വിവരാവകാശ നിയമം എന്താണ് എന്ന് സെക്ഷൻ എണ്ണി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ സർക്കാരിനെ സംബന്ധിച്ചോളം ആശാസ്യകരമാണോ? അതായത് 2 പ്രമുഖ പാർട്ടികൾ, ഈ സർക്കാരിനെ നയിക്കുന്ന 2 പാർട്ടികൾ തമ്മിൽ ഈ ഒരു തർക്കത്തിലേക്ക് പോകുന്നത് എത്രത്തോളം ആശാസ്യകരമാണ്?
തർക്കത്തിലേക്കല്ല പോകേണ്ടത്. ഈ തർക്കത്തിന് അടിസ്ഥാനമായ എന്തെല്ലാം പോരായ്മകളാണ് ഈ നിയമം നടപ്പാക്കുന്നതിൽ ഉണ്ടായിട്ടുള്ളത്, നേരത്തെ LDF ഭരിക്കുമ്പോഴും അതുപോലെ UDF ഭരിക്കുമ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പരിശോധിച്ച് അതിന് പരിഹാരം കാണാനായിട്ടുള്ള ശ്രമമാണ് ഈ നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടി പാർലമെൻറ്റിനകത്തും അതുപോലെ തന്നെ ജനാധിപത്യ സംവിധാനങ്ങൾക്കകത്തും പുറത്തുമെല്ലാം ഫൈറ്റ് ചെയ്തിട്ടുള്ള പാർട്ടികൾ എന്നുള്ള നിലയിൽ ഈ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവരാവകാശ കമ്മീഷൻ്റെ സമീപിച്ചാൽ പല ഓഫീസുകളും വിവരങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അത്തരത്തിലുള്ള ആളുകൾക്കെതിരായിട്ടുള്ള കർശനമായ നടപടികൾ എടുക്കാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയണം. അത് ഗവൺമെൻറ് യഥാവിധ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് തന്നെയാണ് എൻ്റെ അവസാനിപ്പിക്കുകയാണ്. ശക്തിധരൻ, KV ഷാജി, ബിനോവിഷം, നന്ദി ഈ ചർച്ചയോട് സഹകരിച്ചതിന്. വിവരാവകാശ നിയമത്തിന്റെ പ്രയോഗവൽക്കരണത്തിൽ CPM-ഉം CPI-യും രണ്ട് തട്ടിലാണോ എന്ന കാര്യമാണ് ഡീപ് ഫോക്കസ് പരിശോധിച്ചത്. ഡീപ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.